ഡെസേർട്ട് സഫാരി മിക്കവാറും എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയമായിരിക്കും ഒന്ന് ഡെസേർട്ട് സഫാരി പോകണം. എസ്പെഷ്യലി ദുബായിലുള്ള ആൾക്കാർക്കാണെങ്കിലും കുറച്ചുകൂടി ഈസിയാണ്, കുറച്ചും കൂടി എക്സൈറ്റ്മെൻറ്റ് കൂടുതലുമാണ്. സോ ഞങ്ങൾ ഈ അടുത്ത് പോയിട്ടുണ്ടായിരുന്ന ഒരു ഡെസേർട്ട് സഫാരിയുടെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു ജേർണിയുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. മെയിൻലി നമ്മളൊരു ഡെസേർട്ട് സഫാരിയിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആരെ കോൺടാക്ട് ചെയ്യണം, എങ്ങനത്തെ പാക്കേജ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം. ഐക്കോണിക് ടൂറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഏജൻസിനെയായിരുന്നു നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 79 dirhams ആണ് പെർ പേഴ്സൺ അവർ പാക്കേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പിക്ക് ആൻഡ് ഡ്രോപ്പ്, ഡോൺ ബാഷിങ്, പിന്നെ സാൻഡ് ബോർഡിങ്, ക്യാമൽ റൈഡ്, പിന്നെ നമുക്ക് അൺലിമിറ്റഡ് ഫുഡ്, ഡ്രിങ്ക്സ്, ഇതൊക്കെയായിരുന്നു ആ ഒരു പാക്കേജിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് ബേസിക് നോർമൽ പാക്കേജ് 79 dirhams പെർ പേഴ്സൺ. പിക്കപ്പ് നമ്മളെ താഴെ വന്നിട്ട്, നമ്മളെ ബിൽഡിങ്ങിൻ്റെ താഴെ വന്നിട്ട് അവർ പിക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ 2 മണിക്ക് അവർ റെഡി ആവാൻ പറഞ്ഞു. കാരണം വൈകുന്നേരമാണ് ഈ ഒരു ഷോയും കാര്യങ്ങളൊക്കെ നടക്കുക. നമ്മൾ ഡെസേർട്ടിൽ ഒരു വെയിലൊക്കെ താന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുക. സോ 2 o'clock ആവുന്ന സമയത്ത് അവർ വന്നു, പിക്കപ്പ് ചെയ്തു. നമ്മളൊരു ലാൻഡ് ക്രൂയിസറിലാണ് പിക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 9 ആൾക്കാരുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഡ്രൈവർ. 2 ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു, പിന്നെ ഒരു തമിഴ് ഫാമിലി, ഒരു ചേച്ചി, ഒരു ചേട്ടൻ, ഒരു കുട്ടി. അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഗ്യാങ്ങുമായിരുന്നു നമ്മൾ ഒരുമിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ പോകും തോറും ബിൽഡിങ്ങുകളൊക്കെ കുറഞ്ഞു, പിന്നെ കൂടുതലൊരു കാം പ്ലേസിലേക്ക് വണ്ടികളുടെ തിരക്കുകളൊക്കെ കുറഞ്ഞു. നമ്മൾ ഒരു ഒറ്റപ്പെട്ട വഴികളിലൂടെ എന്ന് പറഞ്ഞ പോലെ 2 സൈഡിലും മണലൊക്കെ ആയി, കുറ്റി കുറ്റി ചെടികളും അതിൻ്റെ നടുക്കൂടെയായി നമ്മളുടെ പോക്ക്. ഞങ്ങളുടെ പ്ലേസിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 1.5 hours ഉണ്ട് ഈ ഒരു ഡെസേർട്ട് സഫാരീൻ്റെ പ്ലേസിലേക്ക് എത്തുന്നതിന്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് ഡെസേർട്ട് സഫാരിയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്കാണ്. അവിടെയാണ് എല്ലാ ടൂറിസ്റ്റുകളൊക്കെ വന്ന് നമ്മൾ കൂടുതൽ അവിടെ കുറേ പർച്ചേസിങ് കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ അവിടുന്നും പിന്നെ നമ്മൾ ഇവിടേക്ക് പോവുകയാണ് ചെയ്യുക, ക്യാമ്പിലേക്ക്. സോ ഇതാണ് നമ്മളുടെ ആ ഡെസേർട്ട് സഫാരിയുടെ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കാറും നിർത്തി അവരൊക്കെ ഒന്ന് വാഷ് ചെയ്ത്, പിന്നെ കാറിൻ്റെ ടയറിൻ്റെ കാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെയാണ് ഈ ഒരു പ്ലേസ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ എല്ലാം കാണാം. അതായത് അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ആൾക്കാർ വന്നിട്ടുണ്ടാവും. സോ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം. നമ്മൾ ആ തലയിൽ കെട്ടുന്ന ആ സ്കാർഫ്, അതായത് അറബിക് കോസ്റ്റ്യൂംസിൻ്റെ ആ ഒരു ഭാഗമായിട്ട് നമ്മൾ കിട്ടുന്ന ഒരു സ്കാർഫ് ഉണ്ട്, ആ ഒരു സ്കാർഫ്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ മലയാളി ചേട്ടന്മാരെ കടയാട്ടോ, അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇതൊക്കെ മലയാളി ചേട്ടന്മാരെ കടയാണ്. പിന്നെ കുറേ ഫാൽക്കണൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റിങ്ങിനായി നടക്കുന്ന കുറച്ച് പേരൊക്കെ കാണാം. ഈ ഒരു ഫാൽക്കണ് ചെറിയ ആളൊന്നല്ല, ഇതിന് പിടിക്കാൻ നമ്മൾ 20, അതായത് നാട്ടിലൊരു 440 രൂപ കൊടുക്കണം. कितना 20 वो कैम में नहीं हो वो तो पता नहीं है हमारे साथ हुआ है, मुझे मालूम नहीं, हम तो इधर काम करते हैं. ഞങ്ങൾ ഇവിടെ ഉള്ളത് ഞങ്ങളിപ്പം പെരിയോരെ ഹിന്ദിയിൽ അത്ര പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ട് ഓവർ സംസാരിച്ച് കൊളാക്കാൻ നിൽക്കാതെ ഞങ്ങൾ അവിടുന്ന് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ നിന്നില്ല. അവിടുന്ന് വാങ്ങിയതും അവിടുന്ന് ഞങ്ങൾ ഫാൽക്കണ കയ്യിൽ വെച്ചിട്ടുണ്ട്. കാരണം ഡെസേർട്ടിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടെടുക്കണം എന്നായിരുന്നു എൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. സോ അവിടുന്ന് നമ്മൾ കാറൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ അവിടുന്ന് നേരെ പുറപ്പെട്ടു ഡെസേർട്ടിൽ നമ്മളെ ക്യാമ്പിലേക്ക്. ക്ലൈമറ്റും വലിയൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയ സമയം അത്യാവശ്യം നല്ലൊരു സമയമായിരുന്നു. അങ്ങനെ ക്ലൈമറ്റൊക്കെ മാറി വരുവാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊരു ടെൻഷൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡൗൺ ബാഷിംഗ് എന്ന് പറയുന്നത് ഈ കാറിൽ നമ്മൾ ഈ മണലിൽ അങ്ങനെ താന്നും പൊങ്ങിയും കളിക്കുന്ന സമയത്ത് നോർമലി ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഞാൻ അതിനെ ഫേസ് ചെയ്യും എന്നുള്ള ഭയങ്കര ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് കയ്യിൽ വെച്ചാലോ എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കോൺഫിഡൻസോടുകൂടി ഞാൻ അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ ആ ഒരു എൻട്രൻസിലെത്തി, അതായത് നമ്മളുടെ ക്യാമ്പിങ്ങിൻ്റെ എൻട്രൻസിലെത്തി. ഒരുപാട് കാറുകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടാകും, ഒരുപാട് ഒട്ടകങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒട്ടകങ്ങളൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് സത്യം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഡൂൺ ബാഷിംഗ് സ്റ്റാർട്ട് ചെയ്തു.
സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു. നമ്മൾ ഈ ഒരു മണ്ണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ വീഴോ കാറ് താന്നു പോവോ എന്നുള്ളൊക്കെ ഒരു ടെൻഷൻ നമുക്കുണ്ടാവും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പേടിയോടുകൂടിയായിരുന്നു ഞാനിതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം പേടിയോടുകൂടിയാണെങ്കിൽ തന്നെയും ഞാൻ എന്താ അറിയില്ല, ഞാൻ അത്യാവശ്യം കാമായിട്ട് തന്നെയായിരുന്നു ഇരുന്നത്. വലിയൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഡ്രൈവർ ആണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതാക്കിയിട്ട് ഫോഴ്സ് ചെയ്തിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ബാക്കിൽ കുട്ടി ഉണ്ടായിരുന്നു. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു കെയറൊക്കെ കൊടുത്തിട്ടായിരുന്നു അവർ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്നാലും വണ്ടി കുഴിഞ്ഞു പോവോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഫൈനലി വണ്ടി ഒരു സ്ഥലത്തെത്തിയ സമയത്ത് കുഴിഞ്ഞുപോയി. നിങ്ങളുടെ വണ്ടി സ്റ്റക്കായി ഗൈസ്. ഞങ്ങളെ കാറിന് പണി കിട്ടി ഗൈസ്. അങ്ങനെ പുതിയൊരു കാർ വന്നു ഗൈസ്. അയ്യോ, എടുത്ത് ഇങ്ങോട്ടാണ് ഓടിപ്പോകുന്ന. ഫൈനലി നമ്മളുടെ ഡ്രൈവറിന് ഒറ്റയ്ക്ക് പറ്റൂല എന്ന് കണ്ടപ്പം വേറെ അവിടുത്തെ സർവീസിലുള്ള ആൾക്കാരെ വിളിച്ച് വേറൊരു ലാൻഡ് ക്രൂയിസർ വന്ന് കയറൊക്കെ ഇട്ട് വലിച്ച് ഞങ്ങളുടെ ലാൻഡ് ക്രൂയിസർ താഴേക്ക് ഇറക്കിപ്പിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ അഡ്വഞ്ചർ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. This is our camp, okay? There have short camel ride which is including your passage. Okay, and here I have shows, camel riding, your dinner, tea, coffee, water, soft drink, everything is here. Now we will leave here like 8:30. Okay, you have to pay that guy. Okay. Okay. നമ്മളവിടെ ഇറങ്ങേണ്ട താമസം അപ്പത്തേക്ക് വന്നു. നമ്മളുടെ ഈ ഫാൽക്കണിൻ്റെ ടീമും തലയിൽ കിട്ടുന്ന ടീമും പിന്നെ നമ്മളുടെ ക്യാമൽ റൈഡിൻ്റെ ആൾക്കാരും ഒക്കെ. ഞാൻ വിചാരിച്ചു ആദ്യം ഇതൊക്കെ പാക്കേജിൻ്റെ ഇൻക്ലൂഡഡ് ആണെന്ന്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ കിട്ടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു സാധനം 20 ദറംസ് ആണ്. എന്ത് നാട്ടിൽ 440 രൂപ. പക്ഷേ ഇത് നമ്മളൊരു ഡെസേർട്ട് സഫാരിക്ക് പോകുന്ന സമയത്ത് കെട്ടുമ്പം ഒരു ഭംഗിയാണല്ലോ, ഒരു പ്രത്യേക ഭംഗിയാണല്ലോ എന്ന് വിചാരിച്ച് ഓക്കെ എല്ലാവരും കെട്ടിയിട്ടുണ്ട്, ശരി എന്ന് കെട്ടാമെന്ന് വിചാരിച്ച് ഞാനും ഒന്ന് കെട്ടി, ഹസ്ബൻഡും കെട്ടി. അങ്ങനെ തലയെക്കെട്ട് കെട്ടിയപ്പോഴാണ് ഒരു ഡെസേർട്ട് സഫാരിയുടെ ഒരു വൈബൊക്കെ ഒന്ന് സ്റ്റാർട്ടായത്. പിന്നെ നേരെ നമ്മളുടെ ഒട്ടകം. സത്യം പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കയറിയിരുന്ന അപ്പം തന്നെ അതൊന്ന് കരയാൻ തുടങ്ങി. കാരണം മൂളാൻ തുടങ്ങി, അത് നീക്കുന്നില്ല. പിന്നെ ഹസ്ബൻഡും കൂടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണോ, എനിക്ക് പാവം തോന്നി സത്യം പറഞ്ഞാൽ. പക്ഷേ ഇത് പൊങ്ങുന്ന സമയത്ത് മൂക്ക് കുത്തി താഴെ പോകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ആകെയുള്ളൊരു കൺഫ്യൂഷൻ. പക്ഷെ ദൈവം സഹായിച്ച് ഒന്നും ഉണ്ടായില്ല. പക്ഷെ എന്നാലും എനിക്ക് ആ ഒട്ടകത്തിനോടൊക്കെ ഒരു പാവം തോന്നി. കാരണം ഇവരൊന്നും വെള്ളമൊന്നും കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അതിന് അത്രമാത്രം ഒരു ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ കഴുത്തൊക്കെ മറ്റേ എല്ലും തോലും ആയിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ നമ്മളുടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. ഇയാൾ ആദ്യമൊക്കെ പറഞ്ഞു ഫ്രീ ആയിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പം നന്നായി ഇരുന്ന് പോസ് ചെയ്ത് കൊടുത്തു. കാരണം ഇതൊക്കെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും അവർ ചാർജ് ചെയ്യും. ശരി, ആ ഒരു ഫോട്ടോ എടുക്കട്ടെ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഹോഴ്സിൻ്റെ ആൾക്കാർ വന്നു. ഇനി ഒട്ടകത്തിനെയോ ഉപദ്രവിച്ച് ഞങ്ങൾ കൊന്നു. ഇനി വെറുതെ ഹോഴ്സിനും കൂടി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വെച്ച് ഞങ്ങൾ വെറുതെ അതിൻ്റെ പുറത്തും കൂടി കയറാൻ നിന്നില്ല. ഇത് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു ക്യാമ്പ് വരുന്നത്. അതായത് നൈറ്റ് ഷോസും ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഇവിടെയാണ് ഉണ്ടാകുന്നത്. ഇത് നമ്മളെ കൂടെ വന്നിട്ടുള്ള ചേട്ടന്മാരാണ്. സോ നമ്മൾ കയറി, ഇതാണ് നമ്മളുടെ അൺലിമിറ്റഡ് ഡ്രിങ്ക് വാട്ടർ. അതായത് നമ്മളുടെ പച്ചവെള്ളം കുറച്ച് ഐസിൽ മുക്കിയത്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് അൺലിമിറ്റഡ് ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താക്കി, ക്വാഡ് ബൈക്ക് ഓട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. കാരണം എല്ലാ ഏജൻസിയിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്വാഡ് ബൈക്ക് ഓട്ടണം എന്നുള്ളത് നമ്മളുടെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഡെസേർട്ട് സഫാരിക്ക് പോകുന്ന സമയത്ത് ക്വാഡ് ബൈക്കുള്ള പാക്കേജും കൂടി നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡബിൾ സീറ്റർ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എല്ലാം കൂടി ഇൻക്ലൂഡിങ് ഒറ്റൊരു പാക്കേജിൽ, അതായത് ഒരാളെ ഇതിൽ നോർമൽ 79 dirhams ആണ് ബേസിക് പാക്കേജ്. പക്ഷേ വിത്ത് ക്വാഡ് ബൈക്ക് നമുക്ക് 170 dirhamsന് ഒരാളതെടുത്തു. പക്ഷെ അവർ നമുക്ക് ഡബിൾ സീറ്റർ തന്നു. അതും കുറേ ബാർഗെയിൻ ചെയ്തിട്ടാണ് തന്നത്. പക്ഷേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും നോക്കി. പക്ഷെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്കല്ല ഈ ക്വാഡ് ബൈക്ക് പോവുക. നമ്മൾ അത്രയും പോസ് ചെയ്യണം. അതായത് ഒന്ന് ടേൺ ചെയ്യാനാണെങ്കിലും
അത്യാവശ്യം നന്നായി ഫോഴ്സ് ചെയ്യണം. എന്തായാലും ക്വാഡ് ബൈക്ക് നല്ല മുതലായി. കാരണം നല്ലൊരു വ്യൂവിൽ നിന്നിട്ട് എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടി ക്വാഡ് ബൈക്കിന്. സോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ എന്നാലും ഒറ്റയ്ക്കൊക്കെ ഓട്ടിക്കാനും വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. നാട്ടിലെ 2 വീലർ ലൈസൻസ് മതിയാവില്ല എന്തായാലും. പക്ഷേ അത് വിചാരിച്ച അത്ര ഈസി ഒന്നല്ല. കുറച്ച് ടേൺ ചെയ്യാനും ഉണ്ടാക്കാനൊക്കെ നമുക്കൊരു കുറച്ച് ശക്തി വേണം. എന്നാലേ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് പോകുള്ളൂ. ഫസ്റ്റ് വിചാരിച്ച സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് അതൊരു എക്സ്പീരിയൻസ് ആവണമല്ലോ. പിന്നെ നമ്മളിത് ഓട്ടി നമുക്കത് ഭയങ്കര ഒരു അഡിക്ഷൻ പോലെ ആയിപ്പോയി. ഒരു 30 മിനിറ്റ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു റൈഡിങ്ങിൻ്റെ ടൈം. ഈ ഒട്ടകത്തിനൊക്കെ കൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ വന്ന് സൺസെറ്റിൽ നിന്നൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. നോർമൽ ക്യാമൽ റൈഡ് നമ്മളുടെ ഈ ഒരു ബേസിക് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടി പ്രീമിയം പാക്കേജ് ആണെങ്കിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആവണമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് നല്ലൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ലൊരു അടിപൊളി സൺസെറ്റ് ആയിരുന്നു. ആ ഒരു സൺസെറ്റിൽ അത്യാവശ്യം നല്ലൊരു വീഡിയോ എനിക്ക് കിട്ടി. അതുകൊണ്ടും ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പിലെത്തി. അത്യാവശ്യം ടയേർഡായിരുന്നു. കാരണം നല്ല വെയിലും പൊടിയും മണലും ഒക്കെയാണല്ലോ. നമ്മളൊരു ഹുക്കൊക്കെ വലിച്ച് അങ്ങനെ ഇരുന്നു. നമ്മളെ കൂടെ വന്നിട്ടുള്ള ചേട്ടന്മാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹുക്ക്. പക്ഷേ എന്നാലും അത് നമ്മളുടെ ഒരു ആഗ്രഹമാണല്ലോ. ഓരോന്നോരോ എക്സ്പീരിയൻസ് ചെയ്യുക, ഓരോ സ്ഥലത്തെത്തുന്നത് പറയുന്നത് നമുക്കൊരു പ്രത്യേകിച്ചൊരു ഇഷ്ടമുള്ള കാര്യമാണ്. സോ നമ്മൾ രണ്ടാക്കാരും ട്രൈ ചെയ്തു. ഞാൻ ട്രൈ ചെയ്തതായിരുന്നു കോമഡി. കാരണം പുകച്ച് ചത്തില്ല എന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ചും കൂടി വൈകുന്നേരമൊക്കെ ആവാൻ തുടങ്ങി. അവർ ലൈറ്റ്സൊക്കെ സെറ്റാക്കി ഓൺ ചെയ്തു. ഇതേപോലെ തന്നെ ഒരുപാട് ക്യാമ്പുകൾ അവിടെ ഉണ്ടാവും. അത് ഓരോരോ ടൂറിസ്റ്റിൽ ആൾക്കാർ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വരുന്ന സമയത്താണ് ഒരുപാട് ലൈറ്റ്സുകൾ ഓരോരോ സ്ഥലത്ത് ക്യാമ്പുകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓരോരോ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻസ് ആയിക്കോട്ടെ അമേരിക്കൻസ് ആയിക്കോട്ടെ എല്ലാവരും ഉണ്ടായിട്ട് ഇവിടെ ഓരോരോ സ്റ്റാളുകളുണ്ട്. നമുക്കിവിടെ അറബിക് ഡ്രസ്സ് നമുക്ക് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് പോയിട്ട് ഏതെങ്കിലും അറബിക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷേ ഞാൻ അതിനും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഹെന്ന പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ 2 ലൈറ്റ് ഇട്ട് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ? ഒരു സൈഡ് പ്രീമിയം, ഒരു സൈഡ് നമ്മളെ നോർമലാണ്. അതാണ് പാക്കേജിൽ. അപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല. ഫുഡ് മാത്രം ഇതിൽ വ്യത്യാസം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഇത് നമ്മൾ ഫുഡിന് ലൈന് നിൽക്കുവാണ്. ജസ്റ്റ് സ്റ്റാർട്ടേഴ്സിൽ ഒരു പക്കോടിയൊക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു സ്റ്റാർട്ടർ കഴിക്കുന്ന സമയത്ത് അവിടെ 2-3 ഷോസൊക്കെ ഇങ്ങനെ നടക്കും. സോ അതിൽ ഫസ്റ്റ് ഷോ ആയിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ സമ്മതിക്കണം. എത്ര നേരമായെന്നറിയോ ഇവരിങ്ങനെ തിരിയുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ തല ചുറ്റി വീണിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒരു പ്രീമിയം സെക്ഷനിലും ഈ സെയിം പാട്ടിന് തന്നെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന വേറൊരാളെയും കൂടി കാണാം. അങ്ങനെ നമ്മളുടെ ഡിന്നറിൻ്റെ ടൈമായി. ഫസ്റ്റ് ഷോ അവസാനിച്ചു. സോ ഡിന്നറിന് പോയി. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയത്. കാരണം അൺലിമിറ്റഡ് ഫുഡാണ്. അതുമല്ല വെറൈറ്റി ഫുഡ്സും ഉണ്ടല്ലോ. സത്യം പറയട്ടെ, ഫുഡ് ഒരു വകയ്ക്ക് കൊള്ളില്ലായിരുന്നു. നൂഡിൽസ് ഉണ്ടായിരുന്നു, വെജ് റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ കബാബ് മാത്രമായിരുന്നു അതിൽ പിന്നെയും നമുക്ക് വായിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം. പിന്നെ പാസ്ത ഉണ്ടായിരുന്നു. കാണുമ്പോൾ നല്ല കളർഫുള്ളാണ്. പക്ഷേ ഒന്നും സത്യം പറഞ്ഞാൽ നമുക്ക് വായിൽ വെക്കാൻ ഉണ്ടായിരുന്നില്ല. ഒരു കുബൂസും ഒരു വെജ് കറി ഉണ്ടായിരുന്നു. അതായിരുന്നു പിന്നെയും നമുക്ക് തിന്നുമ്പോൾ ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വേറെ ഒരു ഫുഡും രസം ഉണ്ടായിരുന്നില്ല.
സത്യം പറഞ്ഞാൽ ഈ ഷോസൊക്കെ നമ്മൾ നേരിട്ട് കാണണം, അപ്പോഴേ നമുക്ക് ആ ഒരു ഭംഗി കാണുള്ളൂ. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയോ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. ഇയാളൊക്കെ ഇങ്ങനെ ഈ ഒരു തീയൊക്കെ വെച്ചിട്ട് കളിക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ട് താഴെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ കെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ഒരു പെർഫോമൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്ന വേറൊരു കാര്യം. ആർക്കും ഒന്നും പറ്റിയിട്ടില്ല, ഒരു തീപ്പൊരി പോലും ആരുടെ മേത്തേക്ക് വീണിട്ടുമില്ല. അത്യാവശ്യം നല്ല ഭംഗിയായിരുന്നു ഈ ഒരു ഷോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. Finally, the most awaited show, the last show. സോ ഡെസേർട്ട് സഫാരിക്ക് പോകണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെടുക്കുന്ന ടൂറിസ്റ്റ് ഏജൻറ്റ്, നിങ്ങളെടുക്കുന്ന പാക്കേജ് അത്യാവശ്യം പ്രീമിയം പാക്കേജ് തന്നെ എടുത്തിട്ട് പോവുക. പിന്നെ മാക്സിമം ബാർഗെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ 50 ദറംസിന് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു 20 ദറംസിനൊക്കെ കിട്ടി. സോ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ ജസ്റ്റ് DM me. സോ ഇനിയും കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ദ സൺഷൈൻ സ്റ്റോറീസ്. താങ്ക് യു.